മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 288 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഭരണപക്ഷമായ മഹായുദ്ധി സഖ്യവും പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയും തമ്മിൽ ശക്തമായ പോരാട്ടം മഹാരാഷ്ട്രയിൽ നടക്കുന്നത് നമുക്കറിയാം. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ. മുംബൈ ഒക്കെ ശാന്തമാണല്ലോ, അപ്പോൾ എന്താണ് വിവരങ്ങൾ? SKN ഏതായാലും മുംബൈയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഈ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 288 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഏതാണ്ട് 9.5 കോടി ജനങ്ങളാണ്, വോട്ടർമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1 ലക്ഷത്തിലധികം പോളിംഗ് ബൂത്തുകളൊക്കെ തയ്യാറായി നിൽക്കുന്നുമുണ്ട്. ഒരു വലിയ പ്രചാരണ കാലം, ഒരു കാടടച്ചുള്ള പ്രചാരണം മഹാരാഷ്ട്ര കണ്ട കുറേ ദിവസങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. നമുക്കറിയാം 2 മുന്നണികൾ ഉണ്ടെങ്കിലും 2 മുന്നണികളിലും 2 വീതം പാർട്ടികൾ, ഒരേ പാർട്ടികൾ തന്നെയുണ്ട്. അതായത് ശിവസേന പിളർന്ന് 2ആയി മാറിയപ്പോൾ 2 മുന്നണികളുമായി അത് നിൽക്കുന്നു. NCP പിളർന്ന് 2ആയി മാറിയപ്പോൾ അത് നിൽക്കുന്നു. അങ്ങനെ പാർട്ടികളുടെ, ശിവസേനയുടെയും NCPയുടെയും ഒക്കെ ഒരു ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ മറ്റന്നാൾ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും നാളെ ഇപ്പോൾ നിശബ്ദ പ്രചാരണമാണ്. പ്രചാരണത്തിൻ്റെ തുടക്കത്തിൽ ഇരു മുന്നണികളും വളരെ അധികം സൗജന്യങ്ങൾ ഇങ്ങനെ വാഗ്ദാനം ചെയ്ത് പ്രകടന പത്രിക ഇറക്കിയാണ് മുന്നോട്ട് പോയത്. സ്ത്രീകൾക്ക് മാസസഹായം, അത് അവരുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്ന തരത്തിൽ ഭരണപക്ഷം 2100 രൂപ നൽകുമെന്ന് പറയുന്നു, പ്രതിപക്ഷം അത് 3000 രൂപ നൽകുന്നു പറയുന്നു, യുവാക്കൾക്ക് പണം നൽകുന്നു പറയുന്നു, പ്രായമായവർക്ക്, അങ്ങനെ പണം അക്കൗണ്ടുകളിലേക്ക്, വോട്ടർമാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് ഇരു മുന്നണികളും തുടക്കത്തിൽ നൽകിയത്. പിന്നീട് ആ ചർച്ചകൾ പതിയെ വഖഫിലേക്ക് പോയി. അത് പിന്നീട് കൂടുതൽ വർഗീയമായ പ്രതികരണങ്ങളിലേക്ക് ഒക്കെ തന്നെ ഈ പ്രചാരണ ഘട്ടത്തിൽ അത് പോയത് നമ്മൾ കണ്ടതാണ്. യോഗി ആദിത്യനാഥ് BJPക്ക് വേണ്ടി പ്രചാരണത്തിൽ എത്തിയപ്പോഴാണ് ഹിന്ദുക്കളൊക്കെ ഒരുമിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എന്ന തരത്തിൽ പ്രചാരണം നടത്തി. അത് മുന്നണിക്കുള്ളിൽ തന്നെ അതിനെതിരെ ശബ്ദങ്ങൾ ഉയർന്നു. അജിത് പവാർ അടക്കമുള്ള നേതാക്കൾ അതിനെതിരെ സംസാരിച്ചു. ഫട്നാവിസ് അടക്കമുള്ളവർ ഇവരൊന്നും BJP സഖ്യത്തിലേക്ക് വന്നെങ്കിലും അതിൻ്റെ ഒരു ശൈലിയിലേക്ക് അവർ എത്തിയിട്ടില്ല എന്ന് പരസ്യമായി പറഞ്ഞു. അങ്ങനെ പലതരത്തിൽ പല വിഷയങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമാണ് മഹാരാഷ്ട്രയിൽ അവസാനിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു വാർത്താ സമ്മേളനം മുംബൈയിൽ വിളിച്ചിട്ടുണ്ട്. എന്താണ് അവസാന നിമിഷം അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.